ആദ്യത്തെ ചോദ്യം, ഞങ്ങളുടെ ഉയർച്ച അഥവാ ഞങ്ങൾ ഉയർന്നു വരുന്നത് അപമാനമാണെന്ന് ജ്ഞാനിയായിരുന്ന ശലോമോൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞങ്ങൾ ആരാണ്? ഉത്തരം ഭോഷന്മാർ. സദൃശവാക്യങ്ങൾ 3:35. അടുത്ത ചോദ്യം, സമ്മാനം വാങ്ങുന്നവന് അത് രത്നമായി തോന്നും. സദൃശവാക്യം 17:8. എങ്കിലും ധാരാളം സമ്മാനം തന്നാലും എനിക്ക് തൃപ്തി വരികയില്ല. ആരാണ് ഞാൻ? ഉത്തരം ജാരശങ്കയുള്ള പുരുഷൻ. സദൃശവാക്യങ്ങൾ 6:34-35 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, അതിഥികളായി വന്ന 3 പുരുഷന്മാരെ അബ്രഹാം ആദരവോടെ സ്വീകരിച്ചവരെ വൃക്ഷത്തിന് കീഴിലിരുത്തി സൽക്കരിച്ച് ശുശ്രൂഷിച്ചു. ഉൽപ്പത്തി 18:1-8. നമ്മുടെ ചോദ്യം ഇതാണ്: എന്നാൽ ഞാൻ എൻ്റെ അതിഥികളെ നരകത്തിൻ്റെ അഗാധത്തിൽ ഇരുത്തുന്നു. ഞാൻ ആരാണെന്ന് പറയാമോ? ഉത്തരം ഭോഷത്വമായവളും മോഹപരവശയുമായ സ്ത്രീ. സദൃശവാക്യങ്ങൾ 9:13-18. അടുത്ത ചോദ്യം, ഞാൻ ബുദ്ധിയില്ലാത്തവനും മനസ്സിൽ ഗുപ്തമായി സൂക്ഷിക്കേണ്ട കാര്യം പുറത്ത് പരസ്യപ്പെടുത്തുന്നവനുമാണ്. സദൃശവാക്യത്തിൽ 2 സ്ഥലത്തിൽ എൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ആരാണ്? ഉത്തരം ഏഷണി പറയുന്നവൻ, ഏഷണിക്കാരൻ. സദൃശവാക്യങ്ങൾ 10:18, 11:13. അടുത്ത ചോദ്യം, നീതിമാന്മാരുടെ ഭവനം നിലനിൽക്കും. സദൃശവാക്യങ്ങൾ 12:7. പക്ഷേ എൻ്റെ ഒരു ദുസ്വഭാവം എൻ്റെ സ്വന്തം പാർപ്പിടത്തിൻ്റെ നാശത്തിന് കാരണമാകും. ഞാൻ ആരാണ്? എൻ്റെ ദുസ്വഭാവം എന്താണ്? ഉത്തരം ഞാൻ അഹങ്കാരി. ദുസ്വഭാവം അഹങ്കാരം. സദൃശവാക്യങ്ങൾ 15:25. അടുത്ത ചോദ്യം, മഹാമത്സരികളും നുണ പറഞ്ഞും നടക്കുന്ന വഷളന്മാരുടെ ഇടയിലേക്ക് ദൈവം യിരെമ്യാവിനെ പരീക്ഷകനും മാറ്റിനോക്കുന്നവനുമാക്കി വെച്ചു. യിരെമ്യാവ് 6:27-28. നമ്മുടെ ചോദ്യം ഇതാണ്: ഞാനും മത്സരക്കാരുടെ ഗണത്തിലുള്ളവൻ ആകയാൽ ഒരു പ്രത്യേക കാര്യം മാത്രം അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ആ പ്രത്യേക കാര്യം? ഉത്തരം ദോഷം. സദൃശവാക്യങ്ങൾ 17:11. അടുത്ത ചോദ്യം, വയലിലെ പുല്ലിനെ ദൈവം ചമയിക്കുന്നു. മത്തായി 6:30. നമ്മുടെ ചോദ്യം ഇതാണ്: പടയ്ക്ക് പുറപ്പെടുന്നതിനായി പരിശീലിപ്പിച്ച ശേഷം എന്നെ യുദ്ധചമയങ്ങൾ അണിയിക്കുന്നു. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം കുതിര. സദൃശവാക്യങ്ങൾ 21:31. അടുത്ത ചോദ്യം, മഴവില്ലിന് 7 വർണ്ണങ്ങൾ ഉള്ളതുപോലെ ചിലരുടെ മനസ്സിൽ ഈ സംഖ്യയോളം വിദ്വേഷമുണ്ട്. ആരാണ് വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ? ഉത്തരം പകയ്ക്കുന്നവൻ അല്ലെങ്കിൽ പകയ്ക്കുന്നവർ. സദൃശവാക്യങ്ങൾ 26:24-25 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, നീയോ അവരിലെല്ലാവരിലും ശ്രേഷ്ഠനായിരിക്കുന്നു. ആരാണ്? ഉത്തരം സാമർഥ്യമുള്ള ഭാര്യ. സദൃശവാക്യങ്ങൾ 31:10-29 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, 37-ാം സങ്കീർത്തനം 1-ാം വാക്യത്തോട് ഏറെ സാമ്യമുള്ള ഒരു വാക്യം സദൃശവാക്യങ്ങൾ 24-ാം അധ്യായത്തിലുണ്ട്. അത് ഏതാണെന്ന് അറിയാമോ? ഉത്തരം സദൃശവാക്യങ്ങൾ 24:19. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. സങ്കീർത്തനം 37:1. സദൃശവാക്യം 24:19 ഇങ്ങനെ കാണുന്നു: ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത്, ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയും അരുത്. അടുത്ത ചോദ്യം, ക്രോധമുള്ളവൻ ഡാഷ് വർദ്ധിപ്പിക്കുന്നു. ഓപ്ഷൻ എ വഴക്ക്, ഓപ്ഷൻ ബി കലഹം, ഓപ്ഷൻ സി അതിക്രമം. ഉത്തരം ഓപ്ഷൻ സി അതിക്രമം. സദൃശവാക്യം 29:22. അടുത്ത ചോദ്യം,
വിശ്വസ്ത പുരുഷൻ. ഓപ്ഷൻ എ ജ്ഞാനം ഇഷ്ടപ്പെടുന്നു. ഓപ്ഷൻ ബി നിഷ്കളങ്കൻ. ഓപ്ഷൻ സി അനുഗ്രഹ സമ്പൂർണ്ണൻ. ഉത്തരം ഓപ്ഷൻ സി അനുഗ്രഹ സമ്പൂർണ്ണൻ. സദൃശവാക്യം 28:20. അടുത്ത ചോദ്യം, പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ദയാകടാക്ഷമുള്ളവൻ. ഓപ്ഷൻ ബി വായും നാവും സൂക്ഷിക്കുന്നവൻ. ഓപ്ഷൻ സി വിവേകം ഉള്ളവൻ. ഉത്തരം ഓപ്ഷൻ ബി വായും നാവും സൂക്ഷിക്കുന്നവൻ. സദൃശവാക്യം 21:23. അടുത്ത ചോദ്യം, ദുഷ്ടന്മാർ പെരുകുമ്പോൾ പെരുകുന്നത് എന്താണ്? ഓപ്ഷൻ എ ദുഷ്ടത. ഓപ്ഷൻ ബി അതിക്രമം. ഓപ്ഷൻ സി കലഹം. ഉത്തരം ഓപ്ഷൻ ബി അതിക്രമം. സദൃശവാക്യം 29:12. അടുത്ത ചോദ്യം, ഭോഷന് അത്യുന്നതമായിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ജ്ഞാനം. ഓപ്ഷൻ ബി പരിജ്ഞാനം. ഓപ്ഷൻ സി സൽകീർത്തി. ഉത്തരം ഓപ്ഷൻ എ ജ്ഞാനം. സദൃശവാക്യം 24:7. അടുത്ത ചോദ്യം, ഡാഷായി നടക്കുന്നവനു രക്ഷിക്കപ്പെടും. ഓപ്ഷൻ എ പരമാർത്ഥതയോടെ. ഓപ്ഷൻ ബി ജ്ഞാനത്തോടെ. ഓപ്ഷൻ സി നീതിയോടെ. ഓപ്ഷൻ ബി ജ്ഞാനത്തോടെ. സദൃശവാക്യം 28:26. അടുത്ത ചോദ്യം, ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ എന്തു പ്രാപിക്കും? ഓപ്ഷൻ എ പരിജ്ഞാനം. ഓപ്ഷൻ ബി വിവേകം. ഓപ്ഷൻ സി മാനം. ഉത്തരം ഓപ്ഷൻ എ പരിജ്ഞാനം. സദൃശവാക്യം 21:11. അടുത്ത ചോദ്യം, എന്താണ് തലമുറ തലമുറയോളം ഇരിക്കാത്തത്? ഓപ്ഷൻ എ ധനം. ഓപ്ഷൻ ബി സമ്പത്ത്. ഓപ്ഷൻ സി കിരീടം. ഉത്തരം ഓപ്ഷൻ സി കിരീടം. സദൃശവാക്യം 27:24. അടുത്ത ചോദ്യം, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷൻ നിൽക്കാത്തത് എവിടെയാണ്? ഓപ്ഷൻ എ രാജാക്കന്മാരുടെ മുൻപിൽ. ഓപ്ഷൻ ബി നീചന്മാരുടെ മുൻപിൽ. ഓപ്ഷൻ സി അധിപതിമാരുടെ മുൻപിൽ. ഉത്തരം ഓപ്ഷൻ ബി നീചന്മാരുടെ മുൻപിൽ. സദൃശവാക്യം 22:29. അടുത്ത ചോദ്യം, ദുഷ്ടന് തൻ്റെ ദുഷ്ടതയാൽ ഡാഷ് വരുന്നു. ഓപ്ഷൻ എ താഴ്ച. ഓപ്ഷൻ ബി വീഴ്ച. ഓപ്ഷൻ സി അപമാനം. ഉത്തരം ഓപ്ഷൻ ബി വീഴ്ച. സദൃശവാക്യം 14:32. അടുത്ത ചോദ്യം, ഒരു മനുഷ്യനും ഡാഷ് കൊണ്ട് സ്ഥിരപ്പെടുകയില്ല. ഓപ്ഷൻ എ അഹങ്കാരം. ഓപ്ഷൻ ബി ദുഷ്ടത. ഓപ്ഷൻ സി വഷളത്വം. ഉത്തരം ഓപ്ഷൻ ബി ദുഷ്ടത. സദൃശവാക്യം 12:3. അടുത്ത ചോദ്യം, സദൃശവാക്യങ്ങൾ 1 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളുടെ ആകെ വാക്യങ്ങളുടെ സംഖ്യ എത്രയാണ്? ഉത്തരം 915. അടുത്ത ചോദ്യം, സദൃശവാക്യങ്ങളിലെ ഏറ്റവും കൂടുതൽ വാക്യങ്ങളുള്ള അധ്യായം ഏതാണ്? എത്ര വാക്യങ്ങളാണ്? ഉത്തരം അധ്യായം 8. 36 വാക്യങ്ങളാണ് 8-ാം അധ്യായത്തിൽ ഉള്ളത്. അടുത്ത ചോദ്യം, സദൃശവാക്യങ്ങളിലെ മധ്യ അധ്യായം ഏതാണ്? പ്രസ്തുത അധ്യായത്തിലെ മധ്യവാക്യം ഏതാണ്? ഉത്തരം അധ്യായം 16 വാക്യം 17. അടുത്ത ചോദ്യം,
സദൃശ്യവാക്യങ്ങളിലെ 3 അധ്യായങ്ങൾക്ക് അധ്യായ സംഖ്യയുടെ അത്രയും തന്നെ വാക്യങ്ങളുണ്ട്. ഏതാണ് ആ അധ്യായങ്ങൾ? ഉത്തരം 27-ാം അധ്യായം 27 വാക്യങ്ങൾ, 28-ാം അധ്യായം 28 വാക്യങ്ങൾ, 31-ാം അധ്യായം 31 വാക്യങ്ങൾ. സദൃശ്യവാക്യങ്ങളിൽ നിന്നുള്ള ഈ മനോഹരമായ ചോദ്യങ്ങൾ നമുക്ക് വേണ്ടി തയ്യാറാക്കിയത് ബ്രദർ ജോസഫ് തോമസ് റാന്നി. പ്രിയ ബ്രദറിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറ്റുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത്.